മലക്കുകളുടെ താമസം എവിടെയാണ്? മലക്കുകളുടെ താമസം ആകാശലോകം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രക്ഷിതാവിന്റെ കൂടെ ഉള്ളവർ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കാൻ വരുന്നവരുണ്ട്. ദിക്റിന്റെ സദസ്സുകൾ തേടി യാത്ര ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവർ കുറച്ചു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർ അത് കേട്ടിരിക്കുമത്രേ. മലക്കുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഖുർആൻ പാരായണം. ഏറ്റവും ബർക്കത്തായ സമയം സുബഹിയും ഇശാവിന്റെ സമയവുമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ വിവിധ ഘട്ടങ്ങളിലാക്കി തിരിച്ചിട്ടുണ്ട്. അള്ളാഹു മലക്കുകളെ വിവിധ ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്നവർ മുഖസ്സിമാദി അമ്ര എന്ന വിഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ 51-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈ വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട്. മലക്കുകളെ 4ആയി തിരിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഒന്നാമത്തേത് ജിബ്രീൽ അലൈഹിസ്സലാം, വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ്, നമുക്കറിയാവുന്നതാണ്. മിക്കായിൽ അലൈഹിസ്സലാം, ഭക്ഷണം, മഴ, കാറ്റ്, ഇടി, മിന്നൽ ബന്ധപ്പെട്ട മലക്കാണ്. മൂന്നാമതായി വരുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, അദ്ദേഹം റൂഹുകളെ ഒരുമിച്ച് കൂട്ടുന്ന മലക്കാണ്. ഒരു കാഹളം പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആജ്ഞയ്ക്കായി കാത്തിരിക്കുന്ന. പിശാച് പറയുന്നു, ഭൂമിയിൽ പിറക്കുന്ന ആദമിന്റെ എല്ലാ സന്തതികളെയും ഞാൻ ദ്രോഹിക്കും. ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ആ പിശാച് പറയും, എനിക്കും നിനക്കും ഇടയിൽ ഒരു വലിയ സമയമുണ്ടാകും. ആ ജീവിതകാലം മുഴുവൻ നിന്നെ വഴി വീഴിപ്പിക്കാൻ ശ്രമിക്കും. അതേസമയം നമ്മെ നേർവഴിക്ക് നയിക്കാൻ അള്ളാഹു മലക്കുകളെ നിയോഗിക്കും. മുത്തനബി പറഞ്ഞിട്ടുണ്ട്, റക്കീബ് അതീദ് എന്ന 2 മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന്. നമ്മുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾ രേഖപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിനും മലക്കുകൾക്ക് അറിവ് നൽകപ്പെടും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ അവർ ചീത്ത ഗന്ധം ഇഷ്ടപ്പെടുന്നവരല്ല, അവർ നല്ല ഗന്ധം ഇഷ്ടപ്പെടുന്നവരാകുന്നു. ഒരിക്കൽ മുത്തനബി ഹിജ്റ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വീടുപണി നടക്കുന്ന സമയം അദ്ദേഹം താമസിച്ചിരുന്നത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് കൊടുത്തയച്ച ഭക്ഷണത്തിൽ പാകം ചെയ്യാത്ത വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് തിരിച്ചയച്ചു. മുത്തുനബിയോട് കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ മനുഷ്യരോട് മാത്രമല്ല, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ചിലരോടും സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാം, മുത്തുനബിക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. മലക്കുകൾ ചീത്ത ഗന്ധം ഇഷ്ടപ്പെടുന്നവരല്ല, അവർ നല്ല ഗന്ധം ഇഷ്ടപ്പെടുന്നവരാകുന്നു.